കേരള രാഷ്ട്രീയത്തിലെ ജനസമ്പർക്ക നേതാവ് വിടവാങ്ങിയിട്ട് നാളെ ഒരാണ്ട് തികയുന്നു. ജനാധിപത്യ കേരളം ഒരേയൊരു ഉമ്മൻചാണ്ടിയെ ഇന്നും നഷ്ടബോധത്തോടെയാണ് ഓർക്കുന്നത്. അദ്ദേഹത്തെ പോലെ ഒരു ജനസമ്പർക്ക നേതാവ് രാഷ്ട്രീയ രംഗത്ത് ഇല്ലെന്ന് തന്നെ പറയാം. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി ജനോപകാരപ്രദമായ മഹത്തായ പദ്ധതിയെന്ന രീതിയിലാണ് വിലയിരുത്തപ്പെട്ടത്. 11 ലക്ഷത്തിൽ പരം പേർ പങ്കെടുത്ത ആ മാമാങ്കം ലോകത്ത് തന്നെ ഒരു ഭരണാധികാരിയുടെ ഏറ്റവും വലിയ മഹാ അദാലത്തായിരുന്നു. 2011 മുതൽ 3 വർഷം 3 ഘട്ടമായി ജില്ലകളിൽ നടത്തിയ ജനസമ്പർക്ക പരിപാടികളിൽ ദിവസങ്ങളോളം 12 മുതൽ 19 മണിക്കൂർ വരെ ഉമ്മൻചാണ്ടി ഒറ്റ നിൽപ്പുനിന്ന് ജനത്തെ കണ്ടു. ജലപാനം പോലുമില്ലാതെ മണിക്കൂറുകൾ. മൊത്തം 242 കോടിയുടെ ധനസഹായമാണ് നൽകിയത്. ചുവപ്പുനാടയില്ലാതെ മിനിറ്റുകൾ കൊണ്ട് ഫയൽ തീർപ്പാക്കൽ. ഒരു വില്ലേജ് ഓഫീസിൽ പോലും ധൈര്യത്തോടെ കടന്നു ചെല്ലാൻ കഴിവില്ലാത്തവരുടെ അടുത്തേക്ക് മുഖ്യമന്ത്രി ഇറങ്ങിച്ചെന്നു. അതിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുജന സേവനത്തിനുള്ള അവാർഡ് 2013 ഉമ്മൻചാണ്ടിയെ തേടിയെത്തി. മൊത്തം 242 കോടിയുടെ ധനസഹായമാണ് നൽകിയത്. പരാജയമെന്തെന്നറിയാതെ കോട്ടയത്തെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ തുടർച്ചയായ 11 വിജയങ്ങൾ നേടിയ ഉമ്മൻചാണ്ടി തന്റെ നിയമസഭാ പ്രവർത്തനത്തിൽ അരനൂറ്റാണ്ടിലേറെ പൂർത്തിയാക്കിയ നേതാവാണ്. ഈ അത്യപൂർവ നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ MLA എന്ന ബഹുമതിയും കുഞ്ഞൂഞ്ഞെന്ന ഓമനപ്പേരിൽ പുതുപ്പള്ളിക്കാർ വിളിക്കുന്ന ഉമ്മൻചാണ്ടിക്ക് മാത്രമായിരുന്നു സ്വന്തം. തുടർച്ചയായ 13 വിജയവും 52 വർഷത്തെ നിയമസഭാംഗത്വവും നിലനിർത്തി പാലാ മണ്ഡലത്തിൽ റെക്കോർഡിട്ട പരേതനായ KM മാണിയാണ് കേരളത്തിൽ മുമ്പ് ഈ നേട്ടം കരസ്ഥമാക്കിയ ഒരേയൊരു ജനപ്രതിനിധി. ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നേതാവെന്നതാണ് മലയാളികളുടെ മനസ്സിൽ ഉമ്മൻചാണ്ടിക്കുള്ള വേറിട്ട സ്ഥാനം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുവെന്നതാണ് ഉമ്മൻചാണ്ടിയുടെ വ്യക്തിത്വവും പ്രവർത്തന ശൈലിയും. ഗാന്ധിക ശക്തിയാലെന്ന പോലെ ജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകൃതം. അത് കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത ഒന്നല്ല. ജനങ്ങളുടെ സങ്കടങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കാനും അവയ്ക്ക് തന്നാൽ കഴിയും വിധം പരിഹാരം കാണാനും അദ്ദേഹം നടത്തിയ നിതാന്ത പ്രവർത്തനങ്ങളുടെ ഫലമാണ്. മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പോലും ജനങ്ങളുമായി സംവദിക്കാൻ അധികാരത്തിന്റെ പ്രോട്ടോകോൾ ഉമ്മൻചാണ്ടിക്ക് തടസ്സമായിട്ടില്ല. ഏറ്റവും സാധാരണക്കാരനായ ഒരാൾക്ക് പോലും അനായാസേന സമീപിക്കാവുന്ന മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ മനസ്സറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ യാഥാർത്ഥ്യമാക്കാനായി അക്ഷീണം പ്രയത്നിക്കാൻ ഒരു മടിയുമില്ലാതെ നേതാവായിരുന്നു അദ്ദേഹം. ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഉമ്മൻചാണ്ടി മരിക്കുന്നില്ല എന്ന ഇടറുന്ന മുദ്രാവാക്യം ഉയർന്നു കേട്ടിട്ട് നാളെ ഒരാണ്ട് തികയുന്നു. ഇത്രമേൽ അവിസ്മരണീയമായ യാത്രയയപ്പ് ഒരു നേതാവിനും കേരള ജനത നൽകിയിട്ടുണ്ടാകില്ല.